കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഗ്നോറുമായിട്ടൊരു ഈക്വൽ, അതായത് 0-0 എന്ന സ്കോറിൽ ഈക്വൽ ആയ മത്സരത്തിൽ നമ്മൾ കുറെ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. കാരണം നമ്മൾ വിമർശിക്കണം. കാരണം ഞാൻ ബ്രസീലിനെ വിമർശിക്കുന്നതിന്റെ കാരണം ഞാനൊരു ബ്രസീലിയൻ ആരാധകനായതുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബ്രസീൽ എന്തുകൊണ്ട് ഇത്രയും വിമർശനങ്ങൾക്ക് ഇരയാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ബ്രസീൽ ആയതുകൊണ്ടാണ്. കാരണം ഫുട്ബോൾ ഇപ്പൊ ബ്രസീൽ ആരാധകരല്ലാത്തവർ കൂടി ആയിക്കോട്ടെ, എല്ലാവരും ബ്രസീൽ ടീമിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട്. കളി കാണുമ്പോൾ അത് ബ്രസീലാണ് കളിക്കുന്നത്, അവരുടെ കളിയാണ് എന്നുള്ള ഒരു വെപ്പുണ്ടല്ലോ അത്. അപ്പൊ അത് ആ പ്രതീക്ഷിക്കുന്ന ആ സാധനം ബ്രസീലിന്റെ അടുത്ത് കിട്ടാതെ വരുമ്പോൾ വിമർശിക്കുക തന്നെ ചെയ്യും. കാരണം അത് ബ്രസീലാണ്. കാരണം ഫുട്ബോൾ രാജാക്കന്മാരാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് കഴിഞ്ഞ ഇഗ്നോറുമായിട്ടുള്ള മത്സരത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അതിൽ കുറെ നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വന്നിരുന്നു. അപ്പൊ അത് കൂടുതലും ഒരുപാട് വിമർശിച്ചത് കൊണ്ടാവാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പിന്നെ അന്ന് എനിക്കൊരു തെറ്റ് പറ്റിയിരുന്നു. ഞാൻ ആ ഒരു ന്യൂസ് അധികം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. റഫീഞ്ഞോ സസ്പെൻഷനിലാണ് എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അത് എന്റെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ്, സോറി. അപ്പോൾ അതാണ് റഫീഞ്ഞോ കളിക്കാഞ്ഞതിന്റെ കാരണം ഇന്നതാണെന്ന് കമന്റ്സിലൂടെ എനിക്ക് മനസ്സിലാക്കി തന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരു താങ്ക്സ്.